എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഹിസാബ് ബരാബർ എന്ന സിനിമയെക്കുറിച്ചാണ്. മാധവാണ് സിനിമയിലെ നായകൻ. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. C5ലാണ് സിനിമ റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് 90 മിനിറ്റ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ആര്യാണ് സിനിമയിലെ നായിക. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് തിരുമാണിക്കം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. സമുദ്രകനി അനന്യാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് ആഹാ തമിഴ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ലവ് റെഡി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ സിനിമയുടെ തെലുങ്ക് പതിപ്പ് നേരത്തെ റിലീസായതാണ്. ഇപ്പോഴിതാ ലവ് റെഡി സിനിമയുടെ മലയാളം വെർഷൻ റിലീസായിരിക്കുകയാണ്. ഇപ്പോൾ സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതൊരു സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ്. സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ഇപ്പോഴിതാ മാർക്കോ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഉണ്ണിമുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മാർക്കോ സിനിമ ജനുവരിയിൽ റിലീസ് ഉണ്ടായിരിക്കില്ല. ഫെബ്രുവരി 5-നായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ മാർക്കോ സിനിമ OTT റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. അനശ്വര രാജൻ ആസിഫ് അലിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായി. ഇപ്പോഴിതാ രേഖാചിത്രം എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഫെബ്രുവരി ആദ്യവാരമായിരിക്കും രേഖാചിത്രം എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന സിനിമയെക്കുറിച്ചാണ്. തൃഷ ടോവിനോ തോമസാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. 2025-ലെ ആദ്യത്തെ മലയാള സിനിമയായിരുന്നു ഐഡന്റിറ്റി. സിനിമ പെട്ടെന്ന് വാഷൗട്ടായി. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമല്ല ഐഡന്റിറ്റി എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. C5 ആണ് ഐഡന്റിറ്റി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 31-ന് C5-ൽ ഐഡന്റിറ്റി എന്ന സിനിമ OTT റിലീസ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.